ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിട്ട് ഇന്ന് 2 വർഷം തികയാണ്. 298 പേരാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതെന്നാണ് ഔദ്യോഗികമായ കണക്ക്. കാണാതായ 32 പേരെ കൂടി പിന്നീട് മരിച്ചതായി സർക്കാർ പ്രഖ്യാപിക്കുകയായിരുന്നു. ബാക്കി വന്ന മനുഷ്യരുടെ ഉള്ളിലെ മുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ദുരന്തത്തിന് 2 ആണ്ട് പിന്നിടുമ്പോൾ ജീവൻ നഷ്ടമായവരുടെ ഓർമ്മ പുതുക്കി പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഇന്ന് സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കുകയാണ്. മണ്ണും മലവെള്ളവും പാറക്കെട്ടുകളും 3 ഗ്രാമങ്ങളെ മുഴുവൻ വിഴുങ്ങിയ ആ കറുത്ത രാത്രിക്ക് ഇന്ന് 2 വർഷം തികയാണ്. പുഞ്ചിരിമട്ടത്ത് നിന്ന് പൊട്ടിയിറങ്ങി മുണ്ടക്കയിലും ചുരുൾമലയിലും ആഞ്ഞടിച്ച ഉരുൾ കവർന്നെടുത്തത് 100 കണക്കിന് ജീവനുകളാണ്. മനുഷ്യരുടെ പ്രതീക്ഷകളുമാണ് ഒറ്റ രാത്രി കൊണ്ട് തകർന്ന് തരിപ്പണമായത്. ആ മഹാദുരന്തത്തിനപ്പുറം നിശ്ചലമാണ് പുഞ്ചിരിമട്ടവും മുണ്ടക്കയും. പഴയ ഗ്രാമങ്ങളെ അടയാളപ്പെടുത്തുന്നതൊന്നും ഇന്നിവിടെയില്ല. അവശേഷിക്കുന്നത് ഉരുൾപൊട്ടലിൽ തകർന്ന കെട്ടിടങ്ങളും ആളൊഴിഞ്ഞു പോയ വീടുകളും മാത്രമാണ്. ഒരു രാത്രി കൊണ്ട് സ്വന്തം വീടും വിലാസവും ജീവനും നഷ്ടപ്പെട്ട മനുഷ്യരുടെ നിശബ്ദമായ ഓർമ്മകൾ പേറുകയാണ് ഇന്ന് ഈ ദുരന്തഭൂമി. മുമ്പ് ഉണ്ടായിരുന്ന ആ സൗന്ദര്യം, പ്രകൃതി രമണീയമായ സൗന്ദര്യമെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മരണത്തെ ഇങ്ങനെ കാതോർത്ത് വിളിക്കുന്ന ഒരു അന്തരീക്ഷം. ചുരുൾമലയിലും നാട്ടുകാരില്ല. എന്നാൽ വിനോദസഞ്ചാരികൾ എത്തുന്നതിനാൽ ചുരൽമല അതിജീവനത്തിന്റെ പാതയിലാണ്. 2024 ജൂലൈ 30 മഹാദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ ദിനം പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കൈ ചുരൽമല മലനിരകളിൽ മഹാദുരന്തം പെയ്തിറങ്ങിയത്. മണിക്കൂറുകളോളം പെയ്ത അതിതീവ്ര മഴയ്ക്ക് പിന്നാലെ മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും പാറകളും മരക്കൊമ്പുകളും നിമിഷങ്ങൾക്കകം ഗ്രാമങ്ങളെ വിഴുങ്ങി. മുണ്ടക്കൈ ഗ്രാമം പൂർണ്ണമായും ചുരൽമലയുടെ വലിയൊരു ഭാഗം ഭാഗികമായും തകർന്നു. 100 കണക്കിന് കുടുംബാംഗങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് വീടും ബന്ധുക്കളും ജീവിത സമ്പാദ്യവും നഷ്ടമായി. എന്നാൽ ആ ദുരന്തത്തിന്റെ നടുക്കത്തിൽ വയനാട് കണ്ടത് മനുഷ്യ സ്നേഹത്തിന്റെ അപൂർവ മുഖം കൂടിയായിരുന്നു. പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, SDRF സംഘങ്ങൾക്കൊപ്പം ആയിരക്കണക്കിന് നാട്ടുകാരും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും ജീവൻ രക്ഷിക്കാൻ രാവെന്നോ പകലെന്നോ ഇല്ലാതെ തെരച്ചിൽ ആരംഭിച്ചു. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. അമിത്ഷായുടെ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. നരേന്ദ്രമോദിയുടെ ഓഫീസ് ജാഗ്രതയായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും അതോടൊപ്പം തന്നെ അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന ജോർജ് കുര്യനെയും നരേന്ദ്രമോദി വയനാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. രാജ്യത്തുള്ള എല്ലാ സൈനികരോടും തയ്യാറായി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകി. ചെന്നൈയിൽ നിന്നടക്കമുള്ള ഇന്ത്യൻ ആർമി അടക്കം വയനാട്ടിലേക്ക് കുതിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. മണ്ണിനടിയിൽ നിന്ന് ജീവനുള്ളവരെ കണ്ടെത്താനുള്ള ഓരോ നിമിഷവും മരണത്തോട് നടത്തിയ പോരാട്ടമായിരുന്നു. ദുരന്തഭൂമിയിൽ ഭക്ഷണവും വെള്ളവും മരുന്നുമായി സന്നദ്ധ കൂട്ടായ്മകളും എത്തി. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചലിൽ ചുരൽമല പാലം പൂർണ്ണമായും തകർന്നിരുന്നു. രക്ഷാപ്രവർത്തനം നിലയ്ക്കുമെന്ന ആശങ്ക ഉയർന്നതോടെ ഇന്ത്യയുടെ കരുത്തുറ്റ സൈന്യം മണിക്കൂറുകൾക്കകം ബേലി പാലം നിർമ്മിച്ചു. ആ താത്കാലിക പാലമാണ് ദുരന്ത മേഖലയിലേക്കുള്ള ജീവൻ പാതയായി മാറിയത്. പിന്നീട് പ്രദേശത്തിന്റെ ദൈനംദിന ജീവിതം വീണ്ടെടുക്കുന്നതിലും അതേ പാലം നിർണായകമായി. ഉരുൾപൊട്ടലിൽ കാരണം അതിശക്തമായി പെയ്ത മഴയാണെന്നാണ് റിപ്പോർട്ടുകൾ. 24 മണിക്കൂറിനുള്ളിൽ 373 മില്ലിലിറ്റർ മഴയാണ് മുണ്ടക്കൈ പ്രദേശത്ത് ലഭിച്ചത്. ബേലി പാലത്തിന് അക്കരെയുള്ളവരെയാണ് ദുരന്തം അധികമായി ബാധിച്ചത്. ജനസംഖ്യ ഏറ്റവും കുറവുള്ള 10ാം വാർഡ് മുണ്ടക്കൈയിലാണ് ദുരന്തം ഏറ്റവും കൂടുതൽ ജീവനെടുത്തത്. 145 പേർ. ചുരൽമലയിലാകട്ടെ 137 പേർ മഴവെള്ളപ്പാച്ചിലിൽ അവരുടെ ജീവനെടുത്തു. 16 പേരാണ് അട്ടമലയിൽ മരണത്തിന് കീഴടങ്ങിയത്. അങ്ങനെ പ്രകൃതി എല്ലാം മറന്ന് രൗദ്രഭാവം ഒറ്റ രാത്രി കൊണ്ട് വയനാടിനെ മുഴുവൻ, ആ സൗന്ദര്യത്തെ മുഴുവൻ തകർക്കുന്ന, അല്ലെങ്കിൽ വയനാട് മുഴുവൻ കാലന്റെ ആ ഒരു നോട്ടമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് അന്ന് സംഭവിച്ചത്.